കണ്ടോ. ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്ന ഒരു ഹോട്ട് വീഡിയോ ആയിട്ടാണ്. അപ്പോൾ എല്ലാ അബ്കാരികൾക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളൊരു പുതിയ ഐറ്റം ഓർഡർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങളെ പരിചയപ്പെടുത്തുകയാണ് ഈ വീഡിയോയുടെ ഉദ്ദേശം. ഒന്നുമില്ല, ചെറിയൊരു പോർട്ടബിൾ ഗ്യാസ് ആട്ടോ, ഗ്യാസ് സ്റ്റൗവ്. ഇതാണ് സാധനം, അത്രേ ഉള്ളൂ. ചെറിയൊരു സാധനമാണ്, പക്ഷേ ഇത് നമ്മൾ ട്രിപ്പിന് വളരെ ഉപകാരപ്പെടും. നമ്മൾ ഒരുപാട് വീഡിയോസ് കണ്ടിട്ടുണ്ട് ഈ ഒരു സ്റ്റൗ റിലേറ്റഡ് ആയിട്ട്. എന്നാൽ എല്ലാ വീഡിയോസിലും ചെറിയ ചെറിയ സാധനങ്ങൾ, അതായത് ചായ, അതുപോലെ തന്നെ ഓംലെറ്റ് അടിക്കുക, വെള്ളം ചൂടാക്കുക, അങ്ങനെയുള്ള ഷോർട്ട് ക്ലിപ്പുകളാണ് കാണുന്നത്. അപ്പോൾ നമ്മൾ വെറൈറ്റി ആയിട്ട് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ സ്റ്റൗ വെച്ചിട്ട് നമുക്ക് ഒരു ചിക്കൻ എങ്ങനെ ഫ്രൈ ചെയ്യാം, അതാണ് നമ്മൾ ഇപ്പോൾ ഇവിടെ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതിനകത്ത് എങ്ങനെയൊക്കെ ഇത് കണക്ട് ചെയ്യുന്നത്, എങ്ങനെയൊക്കെ യൂസ് ചെയ്യുന്നുള്ള വഴിയെ കാണിച്ചു തരാം. അതിന് മുന്നേ നമുക്ക് ആദ്യം ചിക്കൻ മാരിനേറ്റ് ചെയ്യാൻ പറ്റണം. അപ്പോൾ നമ്മളിനി ചിക്കൻ മാരിനേറ്റ് ചെയ്യാൻ പോകണം. അപ്പോൾ അതിനുള്ള ഇൻഗ്രീഡിയൻസ് ചേർക്കുവാണ്. അത് നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ച് വെച്ച് പേസ്റ്റാണ് ഇട്ടിട്ടുള്ളത്. പിന്നെ നമുക്ക് മുളക് പൊടി വേണ്ടേ, മുളക് പൊടി ഒരു ടീസ്പൂണൊക്കെ മതി കേട്ടോ. നമ്മൾ കുറച്ച് ചിക്കൻ എടുത്തിട്ടുള്ളൂ. പിന്നെ നമുക്കൊരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി വേണം. പിന്നെ നമുക്ക് ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയാണിത്. പിന്നെ 1/2 ടീസ്പൂൺ ഗരം മസാലയുണ്ട്. എടുത്തിട്ട് നമ്മൾ പെരിഞ്ചീരകം കേട്ടോ, ഒരു 1/4 ടീസ്പൂൺ പെരിഞ്ചീരകം കൂടി നമ്മൾ ആഡ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ 2 ടീസ്പൂൺ വിനാഗിരി കൂടി നമ്മൾ ഒഴിക്കുന്നുണ്ട്. 2-ൽ 1.5 മതി. ഇത്ര ഇൻഗ്രീഡിയൻസ് നമ്മൾ ഇതിൻ്റെ ചേർക്കുന്നുള്ളൂ. നമ്മൾ ശരിക്കും ഇത് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടി ഇടുക. നമ്മൾ കല്ലുപ്പാട്ട് എടുക്കുന്നത്. ഇതെല്ലാം നന്നായിട്ട് മിക്സ് ചെയ്യാം കേട്ടോ. ഫുള്ള് മിക്സ് ചെയ്ത് നല്ല റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊരു 3 മണിക്കൂറത്തേക്ക് മാരിനേറ്റ് ചെയ്ത് വെക്കണം. അതിനുശേഷം ആ ഗ്യാപ്പിൽ നമുക്ക് നമ്മുടെ ഗ്യാസ് സ്റ്റവ് ഒന്ന് റിവ്യൂ ചെയ്യാം. അപ്പോൾ നമ്മുടെ ചിക്കനൊക്കെ നമ്മൾ മാരിനേറ്റ് ചെയ്ത് സെറ്റ് ആവാൻ വെച്ചിട്ടുണ്ട്. ആ സമയത്ത് നമ്മുടെ മിനി ഗ്യാസ് സ്റ്റവ് ഒന്ന് നമ്മൾ റിവ്യൂ ചെയ്ത് കാണിച്ചുതരാം. റിവ്യൂ അല്ല, ജസ്റ്റ് ഇതിൻ്റെ യൂസ്ഫുള്ളൊക്കെ എന്തെന്ന് കാണിച്ചുതരാം. അപ്പോൾ നമുക്ക് പല മൾട്ടിപ്പിൾ യൂസായിട്ട് യൂസ് ചെയ്യാം കേട്ടോ. എന്നുവെച്ചാൽ ഇതിപ്പോൾ ഒരു ചെറിയൊരു സാധനങ്ങളോ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് ചൂടാക്കാനായിട്ട്. അതിന് മുന്നേ നമുക്ക് കണ്ടോ ബേക്കിൽ സ്റ്റാൻഡൊക്കെ വരുന്നുണ്ട്. എല്ലായിടത്തും സെറ്റ് ചെയ്യാവുന്ന രീതിയിലുണ്ടോ സ്റ്റാൻഡുകളൊക്കെ വരുന്നുണ്ട്. ഇങ്ങനെ നിവർത്തി വെച്ചിട്ട് അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് തറയിൽ ഇങ്ങനെ വെക്കാം. എവിടെയാണെങ്കിലും കണ്ട് കറക്റ്റ് പ്ലേസ് ചെയ്ത് വെക്കാം. ഇതിങ്ങനെ ചെറുതാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ചെറിയ പാത്രങ്ങൾ കാര്യങ്ങളൊക്കെ നമുക്ക് ചൂടാക്കാനും വെള്ളം ചൂടാക്കാനൊക്കെ വെക്കാം. പിന്നെ ഇതിങ്ങനെ ജസ്റ്റ് ഒന്ന് ഇത്രയൊന്ന് മൂവ് ചെയ്താൽ അതിലും കുറച്ചുകൂടി വലിപ്പമുള്ളൊരു പാത്രങ്ങൾ വെക്കാം. ഇപ്പം അതല്ല, നിങ്ങൾക്ക് കുറച്ച് വലിയ പാത്രം വെക്കണമെന്നുണ്ടെങ്കിൽ ഇതാ ഇതിങ്ങനെ ഫുള്ളായിട്ട് ഹോൾഡ് ചെയ്താൽ അത്യാവശ്യം നല്ല വലിപ്പത്തിൽ കിട്ടും. അപ്പം നമുക്ക് ഇതിനകത്ത് ഗ്യാസായിട്ട് വേണ്ടത് ബ്യൂട്ടൈൻ ഗ്യാസാണ്. ബ്യൂട്ടൈൻ അല്ല, LPG ആണെങ്കിലും പറ്റും. പക്ഷേ ഇതുപോലത്തെ ബോട്ടിൽ നമുക്ക് കൂടുതലും കിട്ടുന്നത് ബ്യൂട്ടൈൻ ഗ്യാസാണ്. അതായത് LPG ഗ്യാസിനോട് കുറച്ച് പ്രഷർ കൂടി നല്ല ഹൈ പ്രഷറായിട്ടൊരു സാധനമായിരിക്കും. ഇത് ജസ്റ്റ് ഒരു 400 ml 225 ഗ്രാമേ ഉള്ളൂ. പിന്നെ ഏകദേശം 100 രൂപയോളം വരുന്നുണ്ട്. നമുക്ക് പുറത്ത് ഷോപ്പിൽ നിന്നൊക്കെ മേടിക്കുകയാണെങ്കിൽ 100 രൂപ 120 രൂപ ലെവലിലൊക്കെ കിട്ടും. ഓൺലൈനിലൊക്കെ മേടിക്കുമ്പോൾ കുറച്ചുകൂടി പ്രൈസ് കൂടുന്നുണ്ട്. അപ്പോൾ അത് നിങ്ങൾ അടുത്ത ഷോപ്പിൽ വല്ലതും കിട്ടുവാണെങ്കിൽ അങ്ങനെ നോക്കാം, അല്ലെങ്കിൽ ഓൺലൈനിലാണ് യൂസ് ചെയ്യാം കേട്ടോ. ഈ സാധനം വെച്ചിട്ടാണ് മെയിനായിട്ട് നമ്മൾ യൂസ് ചെയ്യേണ്ടത്. ഇപ്പോൾ ട്രക്കിങ്ങിനോ കാര്യങ്ങളൊക്കെ കൊണ്ടുപോകുന്നവരാണെങ്കിൽ കുറച്ചൊന്ന് ശ്രദ്ധിക്കുക. ഈ അടപ്പും ഇതിൻ്റെ ഈ ക്യാപ്പൊന്നും ഒരിക്കലും കളയാതെ നോക്കാം കേട്ടോ. എന്നിട്ട് ഇത് ബാഗിലൊക്കെ അങ്ങനെ എന്താ പറയുക ഓപ്പണായി കിടന്നിട്ട് ഇത് ജസ്റ്റ് ഞെങ്ങിപ്പോൾ അങ്ങനെ ചെയ്യേണ്ട ഗ്യാസൊക്കെ ഔട്ടോ കണ്ടോ. ഇങ്ങനെ ഗ്യാസ് ഔട്ടായിട്ട് നമ്മുടെ ബാഗിൽ തീ പിടിക്കാനൊക്കെയുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ എപ്പോഴും അടപ്പൊക്കെ ഇട്ട് നല്ല സേഫ്റ്റി ആയിട്ട് തന്നെ വെക്കാം കേട്ടോ. ഈ സാധനത്തിൽ വെച്ചിട്ടാണ് നമ്മൾ കത്തിക്കുന്നത്. ഇതിങ്ങനെ യൂസ് ചെയ്യേണ്ടത് കാണിച്ചു തരാം. ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ ഇത് ഫുള്ള് പൂട്ടി വെക്കാം കേട്ടോ. ഇത് കണക്ട് ചെയ്യുന്നതിന് മുന്നേ ഫുള്ള് പൂട്ടി വെക്കാം. അതിനുശേഷം ഇതിൻ്റെ അടപ്പ് ഊരിയിട്ട് ഉണ്ടോ, ഇതിൻ്റെ ഇവിടെ ഒരു ലോക്കുണ്ട്. അത് ഈ ലോക്കിലേക്ക് ഇത് കയറ്റിയ ശേഷം ഇതുണ്ടോ ഇവിടെ വേറൊരു ലോക്കുണ്ട്. ഇങ്ങനെ പെട്ടെന്ന് പ്രസ് ചെയ്യുക. പതുക്കെ കേണ്ടതുണ്ടോ, അതിൽ ഗ്യാസ് ലീക്ക് ആവും. ഇത് കണ്ടാലും പേടിക്കൊന്നും വേണ്ട.
ചീച്ചീച്ചി വെച്ച് കളിക്കുമ്പോൾ നോക്കുക, തീയുടെ അടുത്തൊന്നും കൊണ്ടുപോയി ഇങ്ങനെ ആക്കിക്കരുത്, നല്ലോണം തീ പിടിക്കും കേട്ടോ പെട്ടെന്ന്. ഇതെങ്ങനെ പ്രസ് ചെയ്ത് വെക്കുക, അതിൻ്റെ ശേഷം ഇതെങ്ങനെ റൊട്ടേറ്റ് ചെയ്യുക. അപ്പോഴത്തേക്ക് ഇതോട് ലോക്കായി, നമ്മുടെ ഗ്യാസ് സ്റ്റവ് ലോക്കായിട്ടുണ്ട്. ഇനി ഇവിടെയാണ് നമ്മൾ ലൈറ്റർ വരുന്നത്, ഇതിൽ കൂടിയാണ്, ഇതിങ്ങനെ ഞെക്കുന്നതനുസരിച്ചാണ് തീ വരുന്നത്. ഇതിലൂടെയാണ് ലൈറ്ററിൻ്റെ ഇത് വരുന്നത് കേട്ടോ. നമ്മൾ ജസ്റ്റ് ഒന്ന് ഓപ്പണായി കാണിച്ചു തരാം. ഇതങ്ങനെ കൂടുതൽ തിരിക്കുകയൊന്നും വേണ്ട, വളരെ കുറച്ച് മാത്രം തിരിക്കുക. അപ്പോൾ ഇതിന് ഗ്യാസ് വരുന്ന സൗണ്ട് നമുക്ക് കേൾക്കും കേട്ടോ. അപ്പോൾ നമുക്ക് സാധനമായിട്ട് വർക്ക് ചെയ്യാൻ തുടങ്ങി. കുറച്ച് തീ മാത്രം ആക്കിയാൽ മതി, അപ്പോൾ തന്നെ നല്ലാണ്ട് തീ കത്തും കേട്ടോ. ചെറിയൊരു ഗ്യാസ് വന്നാൽ മതി, അധികം തന്നെ ഭയങ്കരമായിട്ട് ഫ്ലെയിം ചെയ്യും. ജസ്റ്റ് ഒന്ന് തിരിക്കുക, എന്നിട്ട് ഞങ്ങൾക്ക് എടുത്തുന്നുണ്ട്. ഇവിടെ നിങ്ങൾക്ക് ഈ ലൈറ്റിൽ കാണാൻ പറ്റുന്നുണ്ടായിരുന്നില്ല, ഇപ്പോൾ നല്ല ചൂട് വരുന്നുണ്ട് ഉണ്ടോ. അപ്പോൾ അങ്ങനെയാണ് ഇത് യൂസ് ചെയ്യുന്നത്. അത് കഴിഞ്ഞ് നിങ്ങൾക്ക് ജസ്റ്റ് യൂസ് ചെയ്യണമെങ്കിൽ ഉണ്ടോ, അതുപോലെ തന്നെ തിരിച്ച് റൊട്ടേഷൻ ഇങ്ങോട്ട് റൊട്ടേറ്റ് ചെയ്യുക. അപ്പോൾ തന്നെ ഇവിടുന്ന് ഇങ്ങനെ എടുക്കും. ആ ഗ്യാസ് വരുന്നത് കണ്ട് നമ്മൾ പേടിക്കൊന്നും വേണ്ട, അത് ജസ്റ്റ് ഇതിനകത്ത് നിൽക്കുന്ന സ്റ്റക്കായി നിൽക്കുന്ന ഗ്യാസ് മാത്രം വരുന്നതേ ഉള്ളൂ. പിന്നെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം പറയാനുള്ള എന്നാ വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ പ്രൊഡക്റ്റ് എന്താ പറയുക, സർട്ടിഫൈഡ് ആയിട്ടുള്ള പ്രൊഡക്റ്റ് അല്ല, ഒരു സേഫ്റ്റി മെഷറും പറയുന്നില്ല. ആമസോണിൽ പോലും അഷ്വേർഡ് ആയിട്ടുള്ള പ്രൊഡക്റ്റ് ഒന്നും അല്ലത്. അപ്പോൾ ഇത് നിങ്ങൾ യൂസ് ചെയ്യുമ്പോൾ സ്വന്തം റിസ്കിൽ യൂസ് ചെയ്യുക, വീടിനകത്തൊന്നും വെച്ച് യൂസ് ചെയ്യാണ്ടിരിക്കുക. പരമാവധി ടെൻറ്റിൽ, ഇപ്പോൾ ട്രക്കിങ്ങിനൊക്കെ പോകുന്നവരൊക്കെ ആണെങ്കിൽ ടെൻറ്റിലൊന്നും വെച്ച്, വീടിൻ്റെ അകത്തൊന്നും വെച്ചിട്ട് യൂസ് ചെയ്യാണ്ടിരിക്കുക, പുറത്ത് തന്നെ വെച്ച് യൂസ് ചെയ്യുക കേട്ടോ പരമാവധി. അപ്പോൾ നമ്മുടെ കുഞ്ഞ് ഗ്യാസ് ഓൾറെഡി ചട്ടിയൊക്കെ വെച്ചിട്ട് സെറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് ഓണാക്കണം. കുറച്ച് ഗ്യാസ് കുറച്ച് ഓക്കെ കത്തിയിട്ടുണ്ട്. നമ്മൾ ആവശ്യത്തിന് എണ്ണ ചട്ടിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. നമ്മുടെ എണ്ണ ചൂടാവണം, അപ്പം കുറച്ച് തീ കൂട്ടി കൊടുക്കും. അപ്പോൾ നമ്മുടെ എണ്ണയൊക്കെ തിളച്ച് സെറ്റായിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് ചിക്കൻ ഇടാൻ പോകാം കേട്ടോ. ഓക്കെ, നമ്മുടെ ചിക്കൻ ഇപ്പോൾ വെന്ത് ഏകദേശം ഒരു സെമി കുക്കായിട്ടുണ്ട്. ഇനി ജസ്റ്റ് ഒന്ന് മറച്ചിട്ട് കൊടുക്കുക. ഉണ്ടല്ലോ, സിമ്പിളായിട്ട് അച്ഛൻ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ചിക്കൻ മൊത്തം വറുത്ത് നമ്മൾ സെറ്റായിട്ട് കോരി എടുത്തിട്ടുണ്ട്. ഏകദേശം ഒരു 10-20 മിനിറ്റ് കൊണ്ട് നമുക്ക് ശരിക്കും നന്നായിട്ട് കിട്ടി. ടോട്ടലൊരു എണ്ണയൊക്കെ ചൂടായി ഫുള്ള് വറുത്ത് വന്നപ്പോൾ ഏകദേശം നമുക്കൊരു അരമണിക്കൂറോളം ടൈം എടുത്തു. എന്തായാലും കുഴപ്പമില്ല. സ്റ്റിൽ ഇതിൻ്റെ അകത്ത് കുറേ ഗ്യാസ് ബാക്കിയുണ്ട്. കുഴപ്പമില്ല, നീറ്റായിട്ട് തന്നെ നമുക്ക് ചെയ്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. കണ്ടോ? അപ്പോൾ നമ്മുടെ ചിക്കനൊക്കെ വറുത്ത് സെറ്റാക്കിയിട്ടുണ്ട്. കുറേ ഒരു പീസിൽ ടേസ്റ്റ് നോക്കി ഞാൻ ടെസ്റ്റ് ചെയ്യും. അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഒക്കെ ക്രിസ്പിയാണ്, നന്നായിട്ട് ചിക്കൻ വറുത്ത് റെഡി ആയിട്ടുണ്ട്. ഏകദേശം ഒരു അരമണിക്കൂർ കൊണ്ട് തന്നെ സംഭവം റെഡിയായി. ഗ്യാസ് ഇനി മിച്ചമാണ്, ഇപ്പം കത്തിക്കൊണ്ടിരിക്കുക, സ്റ്റവ് കത്തിക്കൊണ്ടിരിക്കുകയാണ്. എന്നോടും ചോദിക്കും, ഞാൻ ബിസിയാണ്. എന്താണേലും കൊള്ളാം, പൊളി ഐറ്റം. ചെറിയ സാധനങ്ങളിലും അത്യാവശ്യം നമുക്ക് കുക്ക് ചെയ്യാനൊക്കെ സാധനം പറ്റും കേട്ടോ. തീർച്ചയായിട്ടും ക്യാമ്പിങ്ങിനോ അതുപോലെ തന്നെ ചെറിയ ചെറിയ ട്രക്കിങ്ങിനോ ചെറിയ ചെറിയ ടൂറുകൾക്ക് പോകുന്നവർക്കൊക്കെ അടിപൊളിയാണ്, യൂസ്ഫുള്ളാണ്. പുറമേ നിന്നുള്ള മോശം ഫുഡ് കഴിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അവനവൻ്റെ താല്പര്യപ്രകാരം അവനവന് ആവശ്യമുള്ള ഫുഡ് പാകം ചെയ്ത് കഴിക്കാം. അതുപോലെ തന്നെ ഇത് ആർക്കെങ്കിലും വാങ്ങണം എന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം. ഇപ്പം നേരം വല്ലാണ്ട് ഇരുട്ടി, ഞങ്ങളിപ്പോൾ ലൈറ്റൊക്കെ ഇട്ടിട്ടാണ് ഇപ്പോൾ ചെയ്യുന്നത് തന്നെ. അതെ അതെ അതെ, 7 മണിയായി സമയം. അതുപോലെ മഴേൻ്റെ നല്ല കോളുണ്ട്.
7 മണിയായി, സമയം നന്നായിട്ട് ഇരുട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. അപ്പം ഞങ്ങളുടെ അബ്കാരീസിന്റെ ഇന്നത്തെ തീക്കളി ഇവിടെ അവസാനിപ്പിക്കുന്നു. അപ്പൊ അടുത്ത് നമുക്ക് ഫുള്ളാണോ പെയിന്റാണോ? ഫുള്ളോ പെയിന്റോ കോട്ടറോ ഒക്കെ ആയിട്ട് നമ്മൾ ഉടനെ അടുത്ത ഒരു കിട്ടിലൻ വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. അപ്പൊ ബൈ. ടാറ്റാ. കേട്ടോ കഴിക്കട്ടെ.